നമസ്കാരം, അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. സെയിൽസിൽ മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്. എന്തൊക്കെയാണ്? പ്രോസ്പെക്റ്റിംഗ്, പ്രസൻറ്റിംഗ്, ക്ലോസിംഗ്. എങ്ങനെ? പ്രോസ്പെക്റ്റിംഗ്, പ്രസൻറ്റിംഗ്, ക്ലോസിംഗ്. ഇതിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ഡിബേറ്റാണ്. പ്രോസ്പെക്റ്റിംഗ് ആണോ, പ്രസൻറ്റിംഗ് ആണോ, ക്ലോസിംഗ് ആണോ എന്ന്. 90% ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് ക്ലോസിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടാസ്ക് ഇൻ സെയിൽസ് എന്നാണ്. പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഇൻ സെയിൽസ് ഈസ് പ്രോസ്പെക്റ്റിംഗ്. കൃത്യമായ കസ്റ്റമറെ കണ്ടെത്തി പ്രോസ്പെക്റ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു സെയിൽസുകാരൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവൻ്റെ കഴിവ് എന്ന് നമുക്ക് പറയാം. പ്രോസ്പെക്റ്റിംഗ് ഈസ് നോട്ട് എ 9 to 5 ഗെയിം. 9 മണി തൊട്ട് 5 മണി വരെ ചെയ്യുന്ന ഒരു കാര്യമല്ല പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെ പോയാലും ഒരു സെയിൽസുകാരൻ നിൽക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഉറങ്ങുന്നിടത്തും പ്രോസ്പെക്റ്റിനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ഒരു വേസ്റ്റ് പേപ്പറിൽ പോലും നമ്മളുടെ പ്രോസ്പെക്ട്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ തിയേറ്ററിലായിക്കോട്ടെ, ഒരു റെസ്റ്റോറൻറ്റിലായിക്കോട്ടെ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴായിക്കോട്ടെ, നമുക്ക് ചുറ്റും ധാരാളം പ്രോസ്പെക്ട്സുകളുണ്ട്. അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണും കാതും കൂർമ്മിച്ചിരിക്കണം. അവിടെയാണ് ഒരു സെയിൽസുകാരൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ ഇരിക്കും. നമുക്ക് പ്രോസ്പെക്ട്സും സസ്പെക്ട്സും ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? പ്രോസ്പെക്ട്സിന് MAN എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. എന്താണ് MAN? ഒരു പ്രോസ്പെക്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ വെക്കാം. ഹി ഷുഡ് ഹാവ് ദ മണി. നമ്മളുടെ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള പൈസ ഉണ്ടായിരിക്കണം. അതോറിറ്റി, ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, അതിനുള്ള പൈസ കയ്യിലുണ്ട്, പക്ഷേ ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റി ഉള്ള ആളായിരിക്കണം. അതുമാത്രമല്ല N സ്റ്റാൻഡ്സ് ഫോർ നീഡ്. ഇതിൻ്റെ ആവശ്യക്കാരനുമായിരിക്കണം. സോ ഹി ഷുഡ് ബി ഹാവിങ് മണി, അതോറിറ്റി ആൻഡ് നീഡ്. അടുത്ത ഒരെണ്ണമാണ് സസ്പെക്റ്റ് എന്ന് പറയുന്നത്. സസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹോപ്പ് മാത്രമേ ഉള്ളൂ, അവർക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ. ബട്ട് ഹി ഈസ് മിസ്സിങ് എയ്തർ മണി, എയ്തർ അതോറിറ്റി ഓർ നീഡ്. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ അവരെ നമുക്ക് പ്രോസ്പെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. വി ക്യാൻ കാറ്റഗറൈസ് ദം ആസ് സസ്പെക്റ്റ്. ഈ പ്രോസ്പെക്റ്റിംഗ് നമുക്ക് നടത്താനായിട്ട് ബേസിക്കലി നമുക്ക് എന്താണ് വേണ്ടത്? വി ഷുഡ് ഹാവ് ഇൻട്രസ്റ്റ് ഇൻ അതേഴ്സ്. മറ്റുള്ളവരിൽ താല്പര്യം വേണം നമുക്ക്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ അമ്മമാരൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചുറ്റും ഇരിക്കുന്നവരെ അവരുടെ ലൈഫ് ലോങ് ഫ്രണ്ട്സാക്കി മാറ്റുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ മാജിക്കിന് പറയുന്ന പേരാണ് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളുടെ ഇൻട്രസ്റ്റാണ് പ്രോസ്പെക്റ്റിംഗ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മെൻറ്റാലിറ്റിയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയാൻ പറ്റുന്നത്. നമുക്ക് ചുറ്റുമുള്ളവർ തന്നെ ആകണം പ്രോസ്പെക്റ്റ് എന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു പക്ഷേങ്കിൽ അവരുടെ പരിചയക്കാരായിരിക്കാം. നമ്മൾ പരിചയപ്പെട്ട് വരുമ്പോഴായിരിക്കും, നമ്മളുടെ ഒരു വിസിറ്റിംഗ് കാർഡ് അവർക്ക് കൊടുത്തു കഴിയുമ്പോഴായിരിക്കും അവർ പറയുന്നത് യെസ്, എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കറക്റ്റ് പ്രോസ്പെക്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ആ കണക്റ്റിംഗ് ലിങ്ക് ആയിരിക്കാം ഒരു പക്ഷേങ്കിൽ നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയും. നല്ലൊരു പ്രോസ്പെക്റ്റിംഗ് നടത്താനായിട്ട് നമുക്ക് വേണ്ടത് ബേസിക്കലി 3 ക്വാളിറ്റീസാണ്. COD, ക്യാഷ് ഓൺ ഡെലിവറി അല്ല, കമ്മ്യൂണിക്കേഷൻ, ഒബ്സർവേഷൻ ആൻഡ് ഡെഡിക്കേഷൻ. കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനുമുള്ള കഴിവിനോടൊപ്പം തന്നെ എന്ത് വേണം? ഡെഡിക്കേഷൻ. നമ്മളുടെ പൂർണ്ണമായിട്ടുള്ള ഡെഡിക്കേഷൻ നമ്മളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ സെയിൽസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പ്രോസ്പെക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഡെഡിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളൊരു കാറ് ബുക്ക് ചെയ്തു, അതിൻ്റെ ഒരു പർട്ടിക്കുലർ കളറാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം തൊട്ട് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ആ കളറിലെ കാറ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ കണ്ണിലേക്ക് വന്ന് പതിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറയുന്ന പോലെയാണ് സെയിൽസിൻ്റെ അകത്ത് ഡെഡിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് പ്രോസ്പെക്ട്സിനെ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് പ്രോസ്പെക്റ്റിംഗ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഇൻ സെയിൽസ് ആൻഡ് ഡു ഇറ്റ് വെരി കെയർഫുള്ളി വിത്ത് ഡെഡിക്കേഷൻ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.